DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 18 തിങ്കളാഴ്ച ശ്രീ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. മറ്റു മന്ത്രിമാരും അന്ന് തന്നെ അധികാരമേൽക്കുന്നതോടെ പുതിയ സർക്കാരിൻ്റെ പ്രവർത്തനവും തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഏപ്രിൽ മാസം വരെയുള്ള ഗഡുക്കൾ കൊടുത്ത ശേഷമാണ് കഴിഞ്ഞ സർക്കാർ പടിയിറങ്ങുന്നത്. ഇലക്ഷൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ കഴിഞ്ഞ മാസം ആദ്യം തന്നെ വിതരണം ചെയ്തിരുന്നു. മാത്രമല്ല മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ ഉത്തരവും മുൻകൂറായി ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അത് പുതിയ സർക്കാരിൻ്റെ കീഴിലായിരിക്കും ഈ മാസം വിതരണം ചെയ്യുക. എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് പുതിയ UDF സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് ക്ഷേമ പെൻഷൻ തുക 3000 വർദ്ധിപ്പിക്കുമെന്നത്. സർക്കാർ അധികാരമേൽക്കുന്നുടനെ തന്നെ ആ പ്രഖ്യാപനം നടപ്പിൽ വരുത്തുമോ എന്നാണ് ഇനി അറിയുവാനുള്ളത്. ഇതിനോടൊപ്പം UDF പ്രഖ്യാപിച്ച സ്ത്രീകൾക്കായുള്ള സൗജന്യ KSRTC യാത്ര എന്ന പദ്ധതി ഈ മാസം തന്നെ നടപ്പാക്കുമെന്നാണ് അറിയുന്നത്. ഇതിനായി ജെൻഡർ തിരിച്ച്, അതായത് സ്ത്രീ, പുരുഷൻ, ട്രാൻസ്ജെൻഡർ എന്ന രീതിയിൽ KSRTCയിൽ ടിക്കറ്റ് മാർക്ക് ചെയ്ത് ഒരു ദിവസം ശരാശരി എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ടെന്ന വിവരശേഖരണമൊക്കെ നടത്തിയിരുന്നു. അത്തരത്തിൽ തുടക്കത്തിൽ തന്നെ ക്ഷേമ പെൻഷനും 3000 ആകുമോ എന്ന കാര്യം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയുവാൻ സാധിക്കും. വരുന്ന ആഴ്ചകളിൽ ചേരുന്ന മന്ത്രിസഭാ യോഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ വരും മാസങ്ങളിൽ പെൻഷൻ തുകയിൽ വർധന ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള പ്രഖ്യാപനം വന്നില്ലെങ്കിൽ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ 2000 രൂപ തന്നെ ഈ മാസം 25-ന് ശേഷം ഗുണഭോക്താക്കളിലേക്ക് വിതരണം ഉണ്ടാകും. സംസ്ഥാനത്ത് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം പുനരാരംഭിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഏപ്രിൽ മാസത്തെ ഗഡു കുടിശ്ശികയാണ്. അതിൻ്റെ വിതരണം മെയ് മാസത്തെ ഗഡുവിനൊപ്പം ഉണ്ടാകുവാനാണ് സാധ്യത. ഏകദേശം 16 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലുള്ളത്. പുതിയ ധനകാര്യമന്ത്രി ചുമതലയെടുത്ത ശേഷം 2 ഗഡുക്കളും ചേർത്ത് 2000 രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കണമെങ്കിൽ 35 വയസ്സാകണം. 60 വയസ്സ് വരെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുക. എന്നാൽ പുതിയ UDF സർക്കാർ കോളേജുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കും സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാസം 1000 രൂപ വീതമാണ് സഹായം ലഭിക്കുക. വിദ്യാഭ്യാസ കലണ്ടർ വർഷം ആരംഭിക്കുന്ന ജൂൺ മുതൽ തന്നെ ഈ ആനുകൂല്യം സർക്കാർ വിതരണം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചനകൾ. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഗുണഭോക്താക്കൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവുമുണ്ട്. മുൻ സർക്കാരിൻ്റെ കാലയളവിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനായി അനുവദിച്ചിരുന്ന സമയപരിധി നീട്ടി നൽകിയിരുന്നു. മുൻപ് ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി കഴിഞ്ഞ ഡിസംബർ മാസം ആയിരുന്നെങ്കിലും സർക്കാർ അത് നീട്ടിക്കൊടുക്കുകയാണുണ്ടായത്. പുതുക്കിയ തീയതി പ്രകാരം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ 2026 ജൂൺ മാസം 30-ാം തീയതി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവരിൽ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത വ്യക്തികളാണ് ഇത് നൽകേണ്ടത്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയവ കൈപ്പറ്റുന്ന 2.5 ലക്ഷത്തോളം ആളുകൾ ഇനിയും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുണ്ട്. കേരളത്തിൽ നിലവിൽ 62 ലക്ഷത്തിലധികം ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വരാനിരിക്കുന്ന ജൂൺ 30-നകം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചില്ല എങ്കിൽ അങ്ങനെയുള്ളവരുടെ പെൻഷൻ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 2.5 ലക്ഷം ആളുകൾ പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താകാതിരിക്കാൻ സമയബന്ധിതമായി സർട്ടിഫിക്കറ്റുകൾ ഏൽപ്പിക്കണം. വരുമാന സർട്ടിഫിക്കറ്റിൽ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയോ അതിനു മുകളിലോ കാണിക്കുന്നവർക്ക് ഈ പെൻഷൻ പദ്ധതിയിൽ തുടരാൻ അർഹതയുണ്ടായിരിക്കില്ല. ഇത്തരക്കാരെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും. സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ ഇനി 1 മാസത്തെ സമയം കൂടി മാത്രമേ ഗുണഭോക്താക്കളുടെ മുന്നിൽ ശേഷിക്കുന്നുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇവ കൂടാതെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, പ്രവാസി ക്ഷേമനിധി ബോർഡ് തുടങ്ങിയ ചില ബോർഡുകളിലെ പെൻഷൻ വിതരണത്തിൽ നിലവിൽ കുടിശ്ശികകൾ നിലനിൽക്കുന്നുണ്ട്. മുൻ സർക്കാർ തുക അനുവദിക്കുന്നതിനായി പ്രത്യേക വായ്പ എടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതിലൊക്കെ ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് പുതിയ സർക്കാരാണ്. അതിനാൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാനുള്ളവർ എത്രയും വേഗം അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.